എന്താണ് ഇപ്പൊ നമ്മൾ ഇനി ചെയ്യേണ്ടത് എന്നാണ് മനസ്സിലാവാത്തത്. കാരണം ഇസ്ലാം എന്താണെന്നും ഇസ്ലാം എന്തുകൊണ്ട് എതിർക്കപ്പെടണമെന്നും ഇസ്ലാമിന്റെ പ്രശ്നം എന്താണെന്നും നമ്മൾ കുറെ കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിനെയൊക്കെ ഒരുമിച്ച് നിന്ന് എതിർത്തിരുന്ന ആളുകൾ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് നമ്മൾ പറഞ്ഞതൊക്കെ തന്നെയാണ് ഇസ്ലാം എന്ന് ആൾക്കാരെ ബോധ്യപ്പെടുത്താവുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപരവൽക്കരണം എന്നുള്ളത് ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ ആത്മാവായിട്ട് അല്ലെങ്കിൽ അതിന്റെ എന്താ പറയാ ഏറ്റവും അടിസ്ഥാന ആശയമായിട്ട് നിലനിൽക്കുക എന്നതാണ് ഇസ്ലാമിന്റെ ഒരു പ്രശ്നം. അപ്പൊ ഇസ്ലാം അടിസ്ഥാനപരമായിട്ട് മുസ്ലിം അമുസ്ലിം വിശ്വാസി അവിശ്വാസി സത്യവിശ്വാസി സത്യനിഷേധി എന്നൊക്കെ പറഞ്ഞ് മനുഷ്യരെ വിഭജിച്ച് വെച്ചിട്ട് അതിനകത്ത് കാര്യങ്ങൾ കെട്ടിപ്പൊക്കുമ്പോൾ ഈ വിശ്വാസികൾക്കകത്ത് വീണ്ടും ഇതേ ഗോത്ര ചിന്തകൾ, ഈ ഉപഗോത്ര ചിന്തകൾ തലപൊക്കും. സ്വാഭാവികമാണ്. നമ്മളുടെ ആളുകൾ, നമ്മളുടെ ആളല്ലാത്തവർ, നമ്മുടെ നേതാവിനെ അതുപോലെ സ്നേഹിക്കുന്നവർ, അനുസരിക്കുന്നവർ, മറ്റുള്ള നേതാവിനെ അനുസരിക്കാത്തവർ എന്നുള്ള ഈ ഒരു പ്രശ്നം അത് ഇസ്ലാം സ്വന്തം നിലക്ക് ആളുകളെ പഠിപ്പിച്ചത് തന്നെ. അതിനകത്ത് ഉപവിഭാഗങ്ങൾ ഉണ്ടാകുമ്പോൾ ഇസ്ലാമിന്റെ സഹിഷ്ണുതയും ഇസ്ലാമിന്റെ സമാധാനവും സ്നേഹവും ഒക്കെ തന്നെയാണ് ഈ ഉപവകുപ്പുകൾക്കിടയിൽ പരസ്പരം ഉണ്ടാവുക. ഇതിലെ രസകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മുസ്ലിങ്ങൾ ഒറ്റ സമുദായമാണ്, ഒറ്റ ഉമ്മത്താണ്, ഒറ്റ ഗ്രന്ഥമാണ്, ഒറ്റ നേതാവാണ്. ഇവരെല്ലാവരും മരിച്ചു കഴിഞ്ഞ് നാളെ ഖബറിൽ പോയി കിടക്കുന്ന സമയത്ത് ചോദ്യം ചെയ്യാൻ ആളുകൾ വന്നിട്ട് ചോദിക്കും, മൻ റബ്ബുക വമൻ നബിയുക വമാ ദീനുക, അങ്ങനെ ചോദിക്കും. എന്താണ് നിന്റെ, ആരാണ് പഠിച്ചവൻ, ആരാണ് നേതാവ്, ആരാണ്, എന്താണ് ഗ്രന്ഥം, ഇതൊക്കെ ചോദിക്കുമ്പോൾ കൃത്യം എല്ലാവർക്കും പറയാനുള്ള ഉത്തരം ഒന്ന് തന്നെയായിരിക്കും. എന്ന് മാത്രമല്ല, കാലങ്ങളായിട്ട് മനുഷ്യർക്ക് മാർഗനിർദ്ദേശക ഗ്രന്ഥങ്ങളായിട്ടും ഏടുകളായിട്ടും ദൂതുകളായിട്ടും ഒക്കെ പറഞ്ഞയച്ച ആളുകൾ അതൊക്കെ പല പ്രദേശങ്ങൾക്കും പല ദേശങ്ങൾക്കും വിഭിന്നമായ സംസ്കാരങ്ങളിലേക്ക് വിഭിന്നമായ മൂല്യങ്ങളുള്ളതായിരുന്നെങ്കിൽ ഖുർആനും മുഹമ്മദും കൊണ്ട് ലോകത്തിന്റെ നന്മ തിന്മ സങ്കല്പങ്ങളെ മുഴുവനായിട്ട് ഏകീകരിക്കുകയും മനുഷ്യർ ഒരു സംശയത്തിനും ഇടയില്ലാത്ത വ്യക്തമായ ലളിതമായ അറബി ഭാഷയിൽ എല്ലാവർക്കും മനസ്സിലാവാനുള്ള ഒരു ഗ്രന്ഥവും അത് ജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്കാൻ ഒരു പ്രവാചകനെയും പറഞ്ഞയച്ചിട്ട് ആ ആളുകൾ ഒരുമിച്ച് കൂടിയ ഒരു ഉമ്മത്തായിട്ട് ആ ഉമ്മത്ത് ആണിപ്പോ ഇസ്ലാം എന്ന രീതിയിൽ അന്ന് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തത്. ആ ഉമ്മത്തിനകത്ത് വേറെ ഉപവിഭാഗങ്ങൾ ഉണ്ടാക്കുന്നത്, ആൾക്കൂട്ടങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് കൂട്ടമായിട്ട് അതിനകത്ത് വേറെ സംഘടനകൾ ഉണ്ടാക്കുന്നതൊക്കെ ശരിയല്ല എന്നാണ് വാസ്തവത്തിൽ ഖുർആനിലുള്ളത്. പക്ഷെ നമ്മൾ പുറത്തോട്ട് നോക്കുമ്പോൾ എന്താ കാണുന്നത്? മുഹമ്മദ് നബി മരിച്ചിന്റെ പിറ്റത്തെ മൂന്നാം പക്കം തന്നെ സുന്നി ഷിയ രണ്ടായി. അതിനിടയിൽ അവർ തന്നെ പേര് വിളിച്ച് അപരവൽക്കരണം നടത്തി കൊന്നു തള്ളിയ മനുഷ്യർ വേറെയുണ്ട് കേട്ടോ. വേറെ പല തരത്തിൽ ഈ ഖലീഫമാരൊക്കെ ഓരോ ഘട്ടത്തിൽ ഓരോ ജനവിഭാഗങ്ങളെ അനഭിമതരായി കണ്ടുകൊണ്ട് അവർക്കെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തുകയും വിമർശനങ്ങൾ ഉന്നയിക്കുന്നവരൊക്കെ പ്രശ്നക്കാരാണെന്നും പുറത്തുപോയവരാണെന്നും ഫാസിഖാണെന്നും മുർത്തദാണെന്നും പറഞ്ഞ് അവരൊക്കെ എക്സിക്യൂട്ട് ചെയ്യാനുള്ള പരിപാടികൾ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അന്ന് തുടങ്ങിയ ഈ സാധനം ഇന്നും തുടരുകയാണ്. അപ്പൊ അന്ന് സുന്നി ഷിയ തർക്കം, ശരി, അതിന് പിന്നെ ഒരു കാരണം ഉണ്ടായിരുന്നു. അലിയും ആയിഷയും തമ്മിലുള്ള പ്രശ്നമായിരുന്നു, അലിയുടെ ഫാൻ ക്ലബ് ആയിരുന്നു എന്നൊക്കെ വേണമെങ്കിൽ പറഞ്ഞു വിടാം. അവിടെ നിൽക്കണ്ടേ ഈ സാധനം? സുന്നി വേറെ ഷിയ വേറെ അവിടെ നിൽക്കണ്ടേ? അല്ലെങ്കിൽ ഷിയാക്കള് അവിടെ നിൽക്കണ്ടേ? ഇതിങ്ങനെ പിളർന്ന് നമ്മൾ കേരള കോൺഗ്രസിനെ കുറിച്ചൊക്കെ പറയുന്ന പോലത്തെ ഒരു തമാശയാണ്. വളരും തോറും പിളരും, പിളരും തോറും വളരും. ഇതാണ് വാസ്തവത്തിൽ. അപ്പൊ കഴിഞ്ഞ ഈ കാന്തപുരത്തിന്റെ ജമാഅത്ത് മുജാഹിദ് ഒക്കെ പ്രശ്നക്കാരാണ്, അല്ലെങ്കിൽ അവർ ഇസ്ലാമിന് പുറത്താണ് എന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞതിന്റെ പശ്ചാത്തലത്തിൽ ഉണ്ടായ കോലാഹലങ്ങളിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്തുകൊണ്ടും അദ്ദേഹം കഠിനമായ തെറ്റാണ്, ഇസ്ലാമിന്റെ കാഴ്ചപ്പാടനുസരിച്ച് ഭീകരമായ തെറ്റുകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് കുറേ മുജാഹിദുകൾ രംഗത്ത് വന്നു. നിഷ്പക്ഷമതികളായിട്ടുള്ള അനിൽ മുഹമ്മദിനെ പോലെയുള്ള ആളുകൾ ആകെ കൂടെ ആശങ്കാകുലരായിട്ട് ഇങ്ങനെ ആകാശത്തേക്ക് നോക്കിയിരിക്കുകയാണ്. റഫീഖ് സലഫിയെ പോലെയുള്ള ആളുകൾ രൂക്ഷമായ ഭാഷയിൽ അദ്ദേഹത്തെ വിമർശിക്കുകയും ഞങ്ങൾ കാഫിറാണെങ്കിൽ നിങ്ങളെ 1000 വട്ടം കാഫിറല്ലേ എന്ന് തിരിച്ചു ചോദിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഞങ്ങളെ ഉസ്താദിനെ പറയാൻ നിങ്ങൾ ആരാടാ എന്ന് ചോദിച്ചിട്ട് ഇപ്പുറത്ത് മമ്പാട് സഖാഫിയും അതേപോലെ കുറെ ആളുകൾ ഹാരിസ് മദനിയും ഒക്കെ വന്നു. അപ്പൊ ഇത്തരുണത്തിൽ ഈ പശ്ചാത്തലത്തിൽ ഹാരിസ് മദനി റഫീഖ് സലഫിക്ക് കൊടുത്ത ഒരു മറുപടി വീഡിയോ ആണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. പ്രത്യേകിച്ച് ഇതിനകത്ത് നമുക്ക് റോളൊന്നുമില്ല, നമുക്കിത് ഒരുമിച്ച് ആസ്വദിച്ച് കണ്ടുപോകാം. ഇതിൽ നിന്ന് നിങ്ങൾ ആകെ മനസ്സിലാക്കേണ്ട കാര്യം, ഇസ്ലാമിന്റെ ഒരു തനി നിറം എന്ന് പറയില്ലേ, തനതായ സ്വഭാവം, തന്മയീ ഭാവം, ഇതെന്താണ് എന്ന് മനസ്സിലാവും. ആശയപരമായി വിയോജിപ്പ് പറയുന്നവരെ, അഭിപ്രായം പറയുന്നവരോട് ശത്രുത വെച്ച് പുലർത്തുകയും അവരെ മോശമായിട്ട് പെരുമാറുകയും അവരെ ആക്രമിക്കാവുന്ന രീതിയിൽ ആക്രമിക്കുകയും ചെയ്യുക എന്നതാണ് ഇവരുടെ പൊതുലൈൻ. അപ്പൊ നിങ്ങൾ അത് മാത്രം കണ്ടാൽ മതി ഇന്നത്തെ ഈ വീഡിയോയിൽ. അതങ്ങനെ കണ്ട് നമുക്ക് പോകാം. ആ മറുപടികളൊക്കെ കേട്ട് നമുക്ക് മുന്നോട്ട് പോകാം. കാന്തപുരം മാപ്പ് പറയണമത്രേ, മുജാഹിദുകളും ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിംകളല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്ന കാന്തപുരം ഉസ്താദിന്റെ പ്രസ്താവന അത് പിൻവലിപ്പിക്കാനും മാപ്പ് പറയിപ്പിക്കാനുമാണ് ഇപ്പോൾ ഒരു കൂട്ടം വഹാബികളും അതുപോലെ തന്നെ കാന്തപുരം ഉസ്താദിനോട് വെറുപ്പും വിദ്വേഷവുമുള്ള ഒരു കൂട്ടം സുന്നികളും ഒച്ച വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ വഹാബികൾ മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമിയും മുജാഹിദും ഒക്കെ പ്രശ്നക്കാരാണ് എന്ന് പറയുമ്പോൾ അവർക്ക് ഹാലിളകണമെന്ന് മനസ്സിലാക്കാം.
സുന്നികളും ആ കൂട്ടത്തിലുണ്ട്. അതിന്റെ പ്രശ്നം AP അബൂബക്കർ മുസ്ലിയാരോടുള്ള അസൂയാണെന്നാണ്, അല്ലെങ്കിൽ കുശുമ്പാണ്, അല്ലെങ്കിൽ ശത്രുതയാണ് എന്നൊക്കെയാണ് ഹാരിസ് മദനി പറയുന്നത്. എന്താ അറിയില്ല, പോയി നോക്കാം. കാന്തപുരം ഉസ്താദിന്റെയും അതുപോലെ തന്നെ ഈ പറഞ്ഞ സുന്നികളുടെ നേതാവായ കൂറ്റനാടിന്റെയും ഒക്കെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് മുശ്രിക്കും കാഫിറുമാണ് എന്ന് എഴുതുകയും പറയുകയും ചെയ്തവരാണ് വഹാബികൾ. അപ്പൊ ഞങ്ങൾ മാത്രമൊന്നല്ല, ഞങ്ങൾ ഉസ്താദ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ പറയണേക്കാളും മേലെ ഞങ്ങൾ പറഞ്ഞിട്ടില്ലേ. ഞങ്ങൾ മാത്രമൊന്നുമല്ല, കാന്തപുരം ഉസ്താദിന് മാത്രമല്ല, കുറെ ആൾക്കാരെ, കുറെ മൂല്യന്മാരെ കാഫിറും മുശ്രിക്കും ഒക്കെ ആക്കിയ ആൾക്കാർ തന്നെയാണ് നിങ്ങൾ അത്ര നല്ല കുട്ടികളൊന്നുമല്ല എന്നാണ്. അപ്പൊ ഇതാണ് ഏതോ ഒരു സിനിമയിൽ ജഗദീഷ് പോയിട്ട് പറയില്ലേ, ഞാൻ മുട്ടി വീഴ്ത്തിക്കോളാം എന്ന് പറയും. നീ പോയാൽ വീഴുമെന്നൊക്കെ ചോദിക്കും. ഇല്ല, ഞാൻ വീഴ്ത്തിക്കോളാം എന്ന് പറഞ്ഞിട്ട് പോകും. പോയി ആ മുട്ട് കുറച്ച് ഓവറായി മുട്ടി വീണ് കുപ്പി പൊട്ടി വയറിൽ കയറി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത്, പരിങ്ങുന്ന സമയത്ത് ചോദിക്കൂലേ, ഞാൻ ഇങ്ങനെ ആരും മുട്ടാറൊന്നുമില്ല, ഞാൻ മാത്രമല്ല അവരൊക്കെ ഉണ്ട് എന്ന് പറയുന്ന ആ ഒരു സീനാണ് എനിക്കിവിടെ ഓർമ്മ വരുന്നത്. സിനിമ ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും ഇൻ ഹരിഹർ നഗറാന്ന് തോന്നുന്നു. അപ്പൊ ഇതാണ് ഇപ്പൊ ഹാരിസ് മദനി പറയണത്. ഞങ്ങളെ ഉസ്താദ് ഇപ്പൊ അങ്ങനെ പറഞ്ഞു വെച്ചാൽ ഉസ്താദിന് അങ്ങനെ തോന്നുന്നുണ്ട് എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ നിങ്ങൾ പല തവണ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ അത്ര വലിയ ആൾക്കാരൊന്നും അല്ല എന്നാണ് ഹാരിസ് മദനി പറയുന്നത്. ആ വഹാബികളെ പറഞ്ഞപ്പോൾ വഹാബികൾക്ക് പൊള്ളുമെന്നത് നമുക്കറിയുന്ന കാര്യമാണ്. എന്നാൽ അബ്ദുൽ ഹമീദ് ഫൈസിക്കും കൂട്ടർക്കും പൊള്ളിയത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. മുസ്ലിംകളെ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കുന്നത് ഗൗരവതരം SYS എന്ന തലവാചകത്തിൽ സുപ്രഭാതം പത്രത്തിൽ കഴിഞ്ഞ ദിവസം വന്ന ഒരു ലേഖനം കാന്തപുരം ഉസ്താദിനെ പറയുകയും വേണം, എന്നാൽ വഹാബികളെ തലോടിയെന്ന് കൂടെയുള്ളവർക്ക് തോന്നുകയും ചെയ്യരുത്. എന്താണ് ഇങ്ങനെയൊക്കെ EK സുന്നികൾ ഇതിനിടയിൽ കൂടി പണിതാൽ എങ്ങനെയാ? നിങ്ങളുമായിട്ടുള്ളത് ഞങ്ങൾ വേറെ തരുമല്ലോ. AP-EK സംവാദം, AP-EK സംഘർഷം, ഇവർ തമ്മിൽ കാര്യമായിട്ട് സംവാദങ്ങൾ നടന്നില്ല, സംഘട്ടനങ്ങളും സംഘർഷങ്ങളും നടന്നിട്ടുണ്ട് AP-EK തമ്മിൽ. AP-യും EK-യും വാസ്തവത്തിൽ സുന്നികളാണ്, മുജാഹിദ് ജമാഅത്തൊക്കെ അപ്പുറത്താണ്. അപ്പൊ സുന്നികളെ കുറിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ സുന്നികൾ പൊതുവായിട്ട് മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾക്കെതിരെ പറയുമ്പോൾ സാധാരണഗതിയിൽ ഇവർ ഒറ്റക്കെട്ടാണ് ആവേണ്ടത്. പക്ഷെ ഇവിടെ ഇപ്പുറത്ത് കാന്തപുരം ആയതുകൊണ്ട് കാന്തപുരം ഉസ്താദിനോട് EK സുന്നികൾക്കൊക്കെ ഭയങ്കര അസൂയാണ്, ശത്രുതയാണ്. അതുകൊണ്ട് മുജാഹിദുകളെ ഒന്ന് തലോടി എന്ന് EK സുന്നിക്കാർക്ക് തോന്നാതിരിക്കുകയും എന്നാൽ AP സുന്നിക്കാർക്ക് അല്ലെങ്കിൽ കാന്തപുരത്തിനിട്ട് ഒരു കൊട്ടു കൊടുക്കുകയും വേണം എന്ന ഉദ്ദേശത്തിൽ, എന്ന ദുരുദ്ദേശത്തിൽ EK സമസ്തന്റെ ആൾക്കാർ SYS-കാരൊക്കെ പ്രവർത്തിക്കുന്നത് കുറച്ച് കടന്ന കൈയാണ്. അതിൽ നമ്മുടെ ഹാരിസ് മദനി ഉസ്താദിന് അസംതൃപ്തിയുണ്ട്, അതിവിടെ രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അവരിറക്കിയ പ്രസ്താവന ഇങ്ങനെയാണ്: തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം നികൃഷ്ടമായി ചിത്രീകരിച്ച ചിലരെക്കുറിച്ചാണ് മുസ്ലിംകൾ അല്ലെന്ന് കാന്തപുരം പറഞ്ഞതെങ്കിലും മുജാഹിദ് വിഭാഗത്തെക്കുറിച്ച് സുന്നി ലോകം സ്വീകരിച്ച പൊതു നിലപാടിനെതിരെ പ്രസ്താവന ഇറക്കുമ്പോൾ അതീവ സൂക്ഷ്മത പാലിക്കേണ്ടിയിരിക്കുന്നു. അപ്പോ മുജാഹിദുകളിലെ ചില വിഭാഗത്തിനെതിരെയാണ് കാന്തപുരം ഉസ്താദ് പറഞ്ഞത് എന്ന് ഇവർക്ക് തന്നെ ബോധ്യമുണ്ട്. ഇങ്ങനെ ഒരു പ്രസ്താവനയാണ് ഹമീദ് ഫൈസിയൊക്കെ ഇറക്കിയിട്ടുള്ളത്. ഹമീദ് ഫൈസിക്കൊക്കെ എന്തിന്റെ കേടാണെന്നാണ് മനസ്സിലാകാത്തത്. എന്തിന്റെ കേടാണ് ഹമീദ് ഫൈസി? നിങ്ങളൊന്ന് മാറിയിരിക്കുക, നിങ്ങൾ കരക്ക് കയറിയിരുന്ന് കളി കാണ്. ഇവിടെ സുന്നികൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ പൊതുവിൽ സുന്നികൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മാത്രമാണ് എന്നൊരു നിലവാരത്തിലേക്ക് AP സുന്നികൾ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ സുന്നികൾ എന്ന് പറഞ്ഞാൽ AP, സമസ്ത എന്ന് പറഞ്ഞാൽ വേറെ, ഇങ്ങനെയൊക്കെയാണ് പല പേരുകൾ അകത്തുണ്ട്. അപ്പൊ ഞങ്ങളാണ് യഥാർത്ഥ സുന്നികൾ എന്ന അവകാശവാദമുള്ളവരാണ് വാസ്തവത്തിൽ AP സുന്നികൾ. സുന്നികൾക്കിടയിൽ വേറെ പടലപ്പിണക്കങ്ങളുണ്ട്. EK വിഭാഗം, AP വിഭാഗം എന്നുണ്ട്. AP വിഭാഗത്തിനകത്ത് വേറെയുണ്ട്, EKക്കകത്ത് വേറെയുണ്ട്, AP-EK അല്ലാത്ത വേറെ കുറെ ഉണ്ട്, സംസ്ഥാനമുണ്ട്, അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. അപ്പൊ ഇതിനിടയിൽ എന്തിനാണ് നിങ്ങൾ ഈ കിടന്ന് കളിക്കുന്നതെന്നാണ് ഹമീദ് ഫൈസിനോടൊക്കെ ചോദിക്കുന്നത്. കാരണം കാന്തപുരം ഉസ്താദിനെ മാത്രമല്ല, ഈ ഹമീദ് ഫൈസിയുടെ നേതാക്കൾക്കെതിരെയും ഈ വഹാബികൾ ശിർക്കും കുഫറും ഒക്കെ ആരോപിച്ചിട്ടുണ്ട്. കൂത്തനാടിനെതിരെ ആരോപിച്ചത് ഞാൻ പറഞ്ഞല്ലോ. അതുപോലെ പാണക്കാട്ടെ തങ്ങന്മാർക്കെതിരെ എത്ര നികൃഷ്ടമായ രീതിയിലാണ് ഇവർ ശിർക്ക് ആരോപിച്ചത്. അങ്ങനെയൊക്കെ അവർ ആക്രമിച്ചപ്പോഴും കാന്തപുരം ഉസ്താദ് അവർക്കെതിരെ മുസ്ലിങ്ങളല്ല എന്ന ഒരു നിലപാട് പറഞ്ഞിട്ടില്ല. അപ്പം ഹമീദ് ഫൈസിനോട് പറയാനുള്ളത്, നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് കാക്കി ചാടുന്നത്? ഞങ്ങളെ മാത്രമല്ല, ഞങ്ങളെ ഉസ്താദിനെ മാത്രമല്ല, ഞങ്ങളെ പഴയ ഉസ്താദുമാരെയൊക്കെ ഇവർ കാഫിറാക്കിയിട്ടില്ലേ, മുശ്രിക്കാക്കിയിട്ടില്ലേ? ഇവർ പലപ്പോഴും നമ്മളെ മുശ്രിക്കുകൾ എന്ന് വിളിച്ചിട്ടില്ലേ? അപ്പോഴൊന്നും നമ്മൾ കാഫിറാക്കിയിട്ടില്ലല്ലോ. പിന്നെ കാഫിറാക്കിയത് എപ്പോഴറിയും? മുത്തുനബീനെ പറഞ്ഞാൽ ഞങ്ങൾ കാഫിറാക്കും എന്നാണ്. കേട്ടോളി. പക്ഷേ നിലപാട് പറഞ്ഞത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, അവിടുത്തെ ബഹുമാനപ്പെട്ട ശരീരത്തെക്കുറിച്ച് തോന്നിയവാസം പറഞ്ഞവർക്കെതിരെയാണ്. അതിനിത്ര പൊള്ളേണ്ട കാര്യം എന്താ? വഹാബികൾക്ക് പൊള്ളും. ഇപ്പൊ റഫീഖ് സലഫി എന്ന വഹാബി പുരോഹിതൻ വീഡിയോയുമായി വന്നിട്ടുണ്ട്. പൊട്ടത്തരമല്ലാതെ അയാൾ പറയില്ല. ഇവരിങ്ങനെ പരസ്പരം പുകഴ്ത്താൻ തുടങ്ങിയാൽ നമ്മൾ എന്താ ചെയ്യുക? ഞങ്ങൾ പറയും. ഇവരുടെ ഈ പരസ്പരം പുകഴ്ത്തലാണ് വാസ്തവത്തിൽ ഇസ്ലാമിൽ നിന്ന് പുറത്തോട്ടുള്ള ആളുകൾക്ക്, മീൻസ് ഇസ്ലാമിൽ നിന്ന് ആളുകൾക്ക് പുറത്തോട്ടുള്ള വഴി കാണിച്ചു കൊടുക്കുക. കാരണം ഞാൻ അതിൽ തട്ടിയൊക്കെയാണ് കേട്ടോ പുറത്തോട്ട് വരുന്നത്, മീൻസ് പഠനം തുടങ്ങുന്നത്. അപ്പൊ എന്തായാലും ഇവിടുന്ന് അങ്ങോട്ട് ഇനി റഫീഖ് സലഫിയും ഹാരിസ് മദനിയും തമ്മിലുള്ള ഒരു ചകട നമ്മൾ കേൾക്കാൻ പോവാണ്. അയാൾക്കും ഈ വിഷയത്തിൽ ഹാലിളകുമല്ലോ. അതുകൊണ്ട് തന്നെ കാന്തപുരം ഉസ്താദിനെതിരെ 4 എണ്ണം പറയണം. അയാളും പറഞ്ഞിട്ടുണ്ട്. മുജാഹിദുകളാണ് അല്ലെങ്കിൽ സലഫികളാണ് ഞങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ചില ഒറ്റപ്പെട്ട വ്യക്തികൾ ഇതേപോലെയുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടാകാം.
അവർ വ്യാഖ്യാനിച്ചുകൊണ്ടാണ് പറയുന്നത് വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ എടുത്തുകൊണ്ട് എല്ലാ മനുഷ്യരും ഒരേപോലെയാണ്, അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരം ദ്രവിച്ചു പോകും എന്നൊക്കെ ചില ആളുകൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അവരെ സെൽഫികളായി ഞങ്ങളാരും അംഗീകരിക്കുന്നില്ല അത്തരം വ്യക്തികളെ. ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങൾ മനസ്സിൽ ഇപ്പം വാസ്തവത്തിൽ ഇത് സുന്നി മുജാഹിദ് തർക്കമായിട്ടാണ് കാണുന്നത് എങ്കിലും മുഹമ്മദിനെ കുറിച്ച് അല്ലെങ്കിൽ മുഹമ്മദ് നബിയുടെ ശരീരത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളാണ് ഇവർ തമ്മിലുള്ള തർക്കത്തിൽ ഇവിടെ വിഷയമെങ്കിലും ഹാരിസ് മദനി, റഫീഖ് സലഫിയാണ് വ്യക്തികളെങ്കിലും നിങ്ങൾ ഇതിനെ വേറൊരു ആംഗിളിൽ ഒന്ന് സങ്കല്പിച്ച് മുന്നോട്ട് പോകാം. ഒന്ന്, ഈ സംഭവം മുഹമ്മദ് നബിയുടെ ശരീരത്തെക്കുറിച്ചുള്ള വിശ്വാസം എന്നതിന് പകരം നിങ്ങൾ അവിടെ ഇസ്ലാം എന്ന് വിചാരിക്കുക. ഇസ്ലാം ഈ രണ്ട് വിഭാഗങ്ങൾ എന്നതിന് അല്ലെങ്കിൽ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള തർക്കം എന്നതിനപ്പുറത്തേക്ക് അതിനെ നിങ്ങൾ തീവ്രവാദികൾ എന്നെടുക്കുക. അപ്പം ISIS പോലെയുള്ള ഖുർആൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആളെ കൊല്ലാൻ ഇറങ്ങുന്ന ആളുകൾ, ഖുർആനിലെ ആയത്തും ഹദീസും ഒക്കെ ഓതി തീവ്രവാദ പ്രവർത്തനത്തിൽ ആയുധങ്ങൾ ഉപയോഗപ്പെടുത്തി അക്രമങ്ങളും ചാവേർ സ്ഫോടനങ്ങൾ വരെ നടത്തി ഭരണം പിടിച്ച് യഥാർത്ഥ ഖിലാഫത്ത് ലോകത്ത് സ്ഥാപിക്കണം എന്ന് ഖുർആൻ വെച്ച അർത്ഥം വെച്ച് ഖുർആൻ വെച്ച ആളെ കൂട്ടി ഖുർആനികമായും ഇസ്ലാമികമായും രൂപീകരിക്കപ്പെട്ട് പ്രവർത്തിക്കുന്ന ഇസ്ലാമിക തീവ്രവാദ സംഘടനകളെ പ്രതിനിധീകരിക്കുന്ന ആശയത്തിന്റെ ആളുകളും അവര് ഈ തീവ്രവാദികളൊന്നും മുസ്ലിങ്ങളല്ല എന്ന് നിലപാടെടുക്കുന്ന സാധാരണക്കാരായിട്ടുള്ള വിശ്വാസികളും തമ്മിലുള്ള ഒരു തർക്കമായിട്ടും ഈ തർക്കം ഇസ്ലാമിനെ കുറിച്ചുമാണ് എന്ന് സങ്കല്പിക്കുക. വ്യക്തികൾ, സംഘടനകൾ, തർക്ക വിഷയം എന്നിവ ഈ മൂന്നെണ്ണമായിട്ട് നിങ്ങൾ സങ്കല്പിച്ചിട്ട് ഇതിന് ബാക്കി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്ന് കൂടി പറയണം. ഇവിടെ റഫീഖ് സലഫി പറയാൻ ശ്രമിക്കുന്നത് ശരിയാണ്, മുസ്ലിങ്ങളുടെ പൊതുവായ വിശ്വാസം അനുസരിച്ച് മുഹമ്മദ് നബിയുടെ ഉൾപ്പെടെ അമ്പിയാക്കളുടെ ശരീരം മണ്ണ് തിന്നില്ല, മണ്ണിന് അത് ഹറാമാണെന്നാണ്. എന്ന് പറഞ്ഞാൽ ഖബറടക്കം നടത്തിയാൽ മണ്ണിൽ വെച്ചാൽ അത് അഴുകി മണ്ണിനോട് ചേരില്ല, അത് അങ്ങനെ തന്നെ സംരക്ഷിക്കപ്പെടും, അത് ഒരിക്കലും അത് കേടുവരില്ല എന്നുള്ളതാണ്. എന്നാൽ അതിന് വിരുദ്ധമായ ആശയം പറയുന്ന ആളുകൾ, ചില ആളുകൾ സലഫികളാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അവർ ഖുർആനും ഹദീസും ഒക്കെ വ്യാഖ്യാനിക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങളാരും അത് അംഗീകരിക്കുന്നില്ല, അതുകൊണ്ട് അവരൊന്നും സലഫികളല്ല എന്നാണ് ഇദ്ദേഹത്തിന്റെ വാദം. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു മറ്റു ഈ മൂന്ന് സംഭവങ്ങൾ കൂടി സങ്കല്പിച്ചിട്ട് ബാക്കി കേൾക്കണം. നിങ്ങൾ സലഫികളാണെന്ന് അവർ അംഗീകരിക്കുന്നുണ്ടോ? അവർ പറയുന്നത് നിങ്ങൾ ശിർക്ക് പ്രചരിപ്പിക്കുന്നവരാണെന്നാണ്. നിങ്ങൾ പറയുന്നത് അവരാണ് ശിർക്കിന്റെ ആളുകളെന്നാണ്. മറ്റേവർ പറയുന്നത് ഇവർ രണ്ടു കൂട്ടരും ശിർക്കിന്റെ ആളുകളാണെന്നാണ്. അങ്ങനെ 8ഉം 10ഉമായി പൊട്ടിത്തകർന്ന നിങ്ങൾ പരസ്പരം സലഫികളാണെന്ന് അംഗീകരിക്കുന്നില്ല. അപ്പൊ പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊക്കെ വഹാബികളാണ്, നിങ്ങളെല്ലാം മുജാഹിദുകളാണ്. ആലോചിച്ച് നോക്കൂ, ISIS ഖുർആൻ ഓതി ലോകത്ത് ഇസ്ലാമിക ഭരണം സ്ഥാപിക്കൽ മുസ്ലിമിന്റെ കടമയാണെന്ന് ഖുർആനും ഹദീസും ചരിത്രവും വിശദീകരിച്ച് പ്രചരിപ്പിച്ച് ആളുകളെ അതിലേക്ക് റിക്രൂട്ട് ചെയ്യും. ISIS ഞാൻ ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവാനും അതിന്റെ ഏറ്റവും എക്സ്ട്രീം ആയിട്ടുള്ള ഒരു സ്വഭാവം പ്രകടിപ്പിച്ച ഒരു സംഘടന എന്ന രീതിയിലും ആ പേരെടുത്ത് പറയുന്നേ ഉള്ളൂ. അഫ്ഗാനിസ്ഥാനിൽ ഇപ്പൊ ഭരണം പിടിച്ചിട്ടുള്ള താലിബാനെ ഒക്കെ നമുക്ക് ഈ ഗണത്തിൽ എണ്ണാവുന്നതാണ്. അപ്പൊ അവരെ കുറിച്ച് പറയുന്നത് ഇവരൊന്നും യഥാർത്ഥ ഇസ്ലാം അല്ല, അവർ ഖുർആാനിനെയും ഇസ്ലാമിനെയും ദുർവ്യാഖ്യാനം ചെയ്യുകയാണ് എന്നാണല്ലോ. ഇതേ സമയത്ത് ഹാരിസ് മദനി ഇപ്പൊ പറഞ്ഞതുപോലെ നിങ്ങൾ അവരെ ഇസ്ലാം അല്ല എന്ന് പറയുമ്പോൾ അവരിങ്ങോട്ട് എന്താ പറയുന്നത്? നിങ്ങൾ ഇസ്ലാം അല്ല എന്നാണ്. ഇവിടെ സാധാരണ ജീവിക്കുന്ന ഈ ജനാധിപത്യ രാജ്യങ്ങളിൽ ജനാധിപത്യ ഭരണവ്യവസ്ഥയ്ക്ക് കീഴിൽ ജനാധിപത്യത്തിനോട് പൊരുത്തപ്പെട്ടൊക്കെ ജീവിക്കുന്നവർ, അനിസ്ലാമിക ഭരണ വ്യവസ്ഥയിൽ ജീവിക്കുന്നവർ, അവർക്ക് ദീനില്ല, ഈമാനില്ല, അള്ളാഹുവിന്റെ കിതാബ് വിലവെക്കാത്തതുകൊണ്ടാണെന്നല്ലേ ഈ തീവ്ര സംഘങ്ങൾ ഇങ്ങോട്ട് പറയുന്നത്. ഞാൻ ആ സംഭവത്തിലേക്ക് ഇതിനൊന്ന് കണക്ട് ചെയ്യാണ്. ഇവർ രണ്ടുപേരുള്ള തർക്കം നിങ്ങൾ വെറുതെ ഒന്ന് കേട്ടുപോകുക, എന്നിട്ട് ഈ ഒരു സങ്കല്പം കൂടി അതിനകത്ത് ചേർത്ത് വെച്ചാൽ സംഗതി വെടിപ്പായിട്ട് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ കാന്തപുരം ഉസ്താദ് മുജാഹിദുകൾ എന്നേ പറയൂ. അതിന് അവർ മുജാഹിദുകളല്ല, സലഫികളല്ല എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അവരും അറിയപ്പെടുന്നത് മുജാഹിദ്, സലഫി, ഇസ്ലാഹി എന്നൊക്കെ തന്നെയാണ്. എന്തായാലും മൂപ്പര് പറയുന്നത് അവരങ്ങനെ എഴുതിയിട്ടുണ്ടാകാം, അങ്ങനെ എഴുതിയിട്ടുണ്ട് ഒറ്റപ്പെട്ട അഭിപ്രായം. ഓക്കെ, അപ്പൊ ഇവര് അങ്ങനെ പറയും, നിങ്ങൾ മുസ്ലിം അല്ല എന്ന് ഇവർ പറയും. അവർ പറയും ഞങ്ങളാണ് യഥാർത്ഥ മുസ്ലിം, ഇതാ കണ്ടോ ഞങ്ങളത് ഖുർആൻ ഉണ്ട്, ഞങ്ങളത് ഹദീസുണ്ട്, ഗ്രന്ഥമുണ്ട്, ഇതവർ പറയും. അപ്പൊ നമ്മൾ ISIS പോലെയുള്ള തീവ്രവാദ സംഘടനകൾ ഖുർആൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തീവ്രവാദ പ്രവർത്തനം നടത്തുന്നവരെ പ്രേരിപ്പിക്കുന്നത് ഖുർആനാണ് എന്ന് നമ്മൾ പറയുമ്പോൾ ഇവർ സമ്മതിക്കും. അപ്പൊ അവർ പറയും അവരൊന്നും ഞങ്ങളിൽ പെട്ടവരല്ല. മറ്റവർ തന്നെ തിരിച്ചിങ്ങോട്ടും പറയും. സമാനമായ രീതിയിൽ മുഹമ്മദ് നബിയെ കുറിച്ച് പൊതുവെയുള്ള വിശ്വാസത്തിന് ഘടകവിരുദ്ധമായ അഭിപ്രായങ്ങൾ പറഞ്ഞ വഹാബികളല്ല എന്ന് റഫീഖ് സലഫി പറഞ്ഞിട്ട് കാര്യമില്ല. അവരെ കുറിച്ച് പറയുന്നത് വഹാബികൾ എന്നാണ്. അതുകൊണ്ട് ഞങ്ങൾ അവരെ വഹാബി എന്ന് തന്നെ വിളിക്കുള്ളൂ എന്നാണ് ഹാരിസ് മദനിയുടെ പക്ഷം. എന്നിട്ട് മൂപ്പര് ചോദിക്കാണ്, അങ്ങനെ അവർ എഴുതിയിട്ടുണ്ടെങ്കിൽ തന്നെ അവരുടെ നിയ്യത്ത് നോക്കാതെ അവരെ വിമർശിക്കാൻ പറ്റുമോ എന്നാണ്. ഇനി അങ്ങനെ ഒരാൾ എഴുതി എന്ന് തന്നെ വെക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭൗതിക ശരീരം അത് മണ്ണ് തിന്നും എന്നൊരാൾ എഴുതി, അതല്ലെങ്കിൽ അങ്ങനെ ഒരാൾ പ്രസംഗിച്ചു എന്ന് തന്നെ വെക്കുക, അതിന്റെ പേരിൽ അയാളെ കാഫിറാക്കാൻ പറ്റുമോ മുസ്ലിയാരെ? അയാളുടെ ഉദ്ദേശം എന്താണെന്ന് പരിശോധിക്കേണ്ടതില്ലേ? അയാൾ നബിയെ ഇഹാനത്ത് ചെയ്തതാണോ, നബിയെ നിന്ദിച്ചതാണോ, നബിയെ അപമാനിച്ചതാണോ, നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അപകീർത്തിപ്പെടുത്താനുള്ള ലക്ഷ്യമാണോ അയാൾക്കുള്ളത് എന്നൊക്കെ പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കാത്ത ഒരു കാര്യം, അത് അയാളുടെ ഉദ്ദേശം എന്താണെന്ന് പരിശോധിക്കാതെ, നിയ്യത്ത് പരിശോധിക്കാതെ അയാളുടെ പേരിൽ എങ്ങനെയാണ് കുഫ്ർ ഹുക്ം ചെയ്യുന്നത്? എന്താണ് ഈ മുസ്ലിയാർ പറയുന്നത്? എന്താ കഥ? റഫീഖ് സലഫി ഇപ്പൊ പറഞ്ഞ ഒരു വാദം അനുസരിച്ചിട്ട് എങ്ങനെയാണ് ISIS മുസ്ലിം അല്ല നിങ്ങൾ പറയാം? അവരുടെ നിയ്യത്ത് പരിശോധിക്കണ്ടേ? അവർ പ്രത്യക്ഷത്തിൽ ഇസ്ലാം അല്ല ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാകാത്ത കാലത്തോളം അവരെങ്ങനെ ഇസ്ലാം അല്ല നിങ്ങൾ പറയാം? പ്രത്യേകിച്ച് വഹാബി ആശയത്തിന്റെ തണലിൽ പഠിച്ചു വളർന്നവർ,
വഹാബി സ്കൂളുകളിൽ പഠിച്ചു വന്നവർ, വഹാബി ആശയത്തിന്റെ തീവ്ര നിലപാട് സ്വീകരിക്കുന്നവർ മുസ്ലിം അല്ല എന്ന് നിങ്ങൾ പറയുന്നത് പോലെ തന്നെയുള്ള ഒരു ഏർപ്പാടല്ലേ ഇപ്പൊ ഇത്? എന്താക്കാതെ അങ്ങനെയൊന്നും പറയാൻ പാടുണ്ടോ? എന്താണ് ഈ വഹാബി പുരോഹിതൻ പറയുന്നത്? അവർ അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിലും അവരുടെ നിയ്യത്ത് പരിശോധിക്കണം പോലും. അങ്ങനെയാണെങ്കിൽ കാന്തപുരം ഉസ്താദ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാന്തപുരം ഉസ്താദിന്റെ നിയ്യത്ത് പരിശോധിക്കണ്ടേ? അത് പരിശോധിക്കാതെയും അന്വേഷിക്കാതെയുമാണോ നിങ്ങൾ ഈ പണിക്ക് ചാടിയിറങ്ങിയത്? എന്താ കഥ? അപ്പൊ അവിടെ നിയത്ത് പരിശോധിക്കണമെങ്കിൽ ഇവിടെ നിയത്ത് പരിശോധിക്കണ്ടേ എന്ന ലോജിക്കൽ ക്വസ്റ്റ്യൻ ആണ് ഹാരിസ് മദനി. ഇത് വാസ്തവത്തിൽ ഹാരിസ് മദനിയും റഫീഖ് സലഫിയും തമ്മിലുള്ള ഒരു സംഭാഷണം നമ്മളിങ്ങനെ കേട്ടു പോകുന്നേ ഉള്ളൂ കേട്ടോ. അതിനിടയിൽ ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഇസ്ലാമിനെതിരെ ആരോപണം ഉന്നയിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇസ്ലാമിന്റെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് ഇവര് നമ്മളോട് പറയുന്ന മറുപടിയുടെ ന്യായീകരണത്തിന്റെ രീതിശാസ്ത്രം നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കും. മറ്റൊന്ന്, ഇവർ തമ്മിൽ എത്രമേൽ പരസ്പരം ശത്രുത വെച്ച് പുലർത്തുന്നവരാണെന്നും എത്രമേൽ പരസ്പരം കൂടിച്ചേരാൻ കഴിയാത്ത ആശയങ്ങൾ പ്രകടിപ്പിക്കുന്നവരാണ് എന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനുവേണ്ടി മാത്രമാണ് നമ്മൾ ഇതിനകത്ത് ഇടപെടുന്നില്ല. ഒരു പക്ഷം ശരി മറുപക്ഷം തെറ്റെന്ന് പറയുന്നുമില്ല. ഒക്കെ അവരുടെ കാവ്, അവരുടെ പൂരം, അവർ തമ്മിൽ തല്ലി തീർക്കട്ടെ എന്നാണ്. അപ്പൊ കാന്തപുരത്തെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ ഒരു നിയ്യത്തും പരിശോധിക്കേണ്ട, എന്താണ് ഉദ്ദേശിച്ചത് എന്ന് അന്വേഷിക്കേണ്ട, അങ്ങ് തട്ടിവിട്ടേക്കാം. ഈ ഇരട്ടത്താപ്പൊക്കെ കയ്യിൽ വെച്ചാൽ മതി സലഫി. ഞങ്ങൾ അതിൽ മനസ്സിലാക്കുന്നത് കാന്തപുരം ഉസ്താദ് പറഞ്ഞ അവർ മുസ്ലിംകളല്ല എന്ന ആ വാക്കിന്റെ ഉദ്ദേശം അവർ യഥാർത്ഥ മുസ്ലിംകളല്ല എന്നതായിരിക്കും. ആ നിയ്യത്തൊന്ന് പരിശോധിക്കണ്ടേ? എന്നിട്ടോ 100 വട്ടം നിങ്ങൾ കാഫിറായിട്ടുണ്ടാകില്ലേ എന്നാണ് അയാൾ ചോദിക്കുന്നത്. അപ്പൊ മുസ്ലിങ്ങൾ വേറൊരു തരം മുസ്ലിങ്ങളും ഉണ്ടോ? യഥാർത്ഥ മുസ്ലിമും യഥാർത്ഥ മുസ്ലിമും യഥാർത്ഥത്തിലല്ലാത്ത മുസ്ലിം 2 തരം ഉണ്ടോ? 3 തരാണോ? അത് ഈ മുജാഹിദിലും ജമാഅത്തിലൊക്കെ ഈ യഥാർത്ഥ മുജാഹിദും യഥാർത്ഥത്തിലല്ലാത്ത മുജാഹിദും ഡ്യൂപ്ലിക്കേറ്റ് മുജാഹിദും ഒക്കെ ഉണ്ടോ? AP സുന്നിയിലും അങ്ങനെ ഉണ്ടോ? എന്താക്കാം? കാന്തപുരം ഉസ്താദ് 100 വട്ടം കാഫിറായിട്ടുണ്ടാകില്ലേ എന്ന് പറയാൻ ഇയാൾ കൊണ്ടുവന്ന തെളിവെന്താണ്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ മുത്തുനബിയെ നമ്മളൊക്കെ നമ്മുടെ ജീവനേക്കാൾ സ്നേഹിക്കുന്നു അല്ലേ? നമ്മുടെ ജീവന്റെ ജീവനായ പ്രവാചകൻ, ആ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ബോംബെയിലെ ഒരു ആക്രിക്കടയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു മുടി നിങ്ങളുടെ ഉസ്താദല്ലേ ഇവിടെ കച്ചവടമാക്കിയത്, ഇവിടെ മാർക്കറ്റ് ചെയ്തത്, അതിന്റെ പേരിൽ ജനങ്ങളിൽ നിന്ന് പണം പിരിച്ചത്, എന്നിട്ട് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയാണെന്ന് പറഞ്ഞ് വിശ്വാസികളെ വഞ്ചിക്കുകയും പറ്റിക്കുകയും ചെയ്തു. അതിട്ട വെള്ളം കൊടുത്ത് വിശ്വാസികളെ വഞ്ചിച്ചില്ലേ? അയ്യേ വിഴുപ്പലക്ക് വരെ എവിടെ എത്തും? എവിടുന്ന മുടി കിട്ടിയത്? ബോംബെയിൽ ആക്രിക്കടയിൽ നിന്ന്. ആ ആക്രിക്കടയിൽ നിന്ന് കൊണ്ടുവന്ന മുടിയിട്ട് മുക്കിയ വെള്ളാണോ ഇയാള് ഇത്രയും കാലം ആളുകളെ കുടിപ്പിച്ചത്, പറ്റിച്ചത്? ഇത് പറഞ്ഞിട്ടാണ് AP ഉസ്താദിനെ ഇവർ മുഷിരിക്കാക്കിയത് എന്നാണ്. അങ്ങനത്തെ പോലെ ഞങ്ങൾ കാഫിർ എന്നെങ്കിലും വിളിക്കേണ്ടതെന്നാണ് ഹാരിസ് മദനിന്റെ ന്യായം. കേട്ടോളി. വല്ല തെളിവുമുണ്ടോ അതിന്? സനത് ഇന്നേ വരെ ഹാജരാക്കിയിട്ടുണ്ടോ? ഇല്ല എന്നതല്ലേ യാഥാർത്ഥ്യം. സനത് എവിടെ കൊണ്ടുവന്നാണ് ഹാജരാക്കേണ്ടത്? കാന്തപുരം ഉസ്താദിന്റെ അടുത്ത് പോയിട്ട് ആ സനതൊന്ന് കാണിക്കാൻ ഇന്നേ വരെ വഹാബികളെ നിങ്ങൾ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഈ വിമർശിക്കുന്ന ആരെങ്കിലും തയ്യാറായിട്ടുണ്ടോ? ഉസ്താദ് അവർകൾ തന്നെ പറയുന്നത് കേൾക്കൂ. മുടിയുടെ സനത് പറഞ്ഞാൽ എന്താ അറിയോ? മുടിയുടെ അടിവേര്. അതായത് ഈ മുടി പറിഞ്ഞു വീഴുന്നത് കണ്ടയാൾ, അത് പെറുക്കിയെടുത്തയാൾ, ഈ മുടി പൊഴിഞ്ഞു വീഴുന്നത് അല്ലെങ്കിൽ മുറിച്ചെടുക്കുന്നത് കണ്ട ആൾ വേണം. ആ മുടി മറ്റൊരാൾക്ക് കൈമാറുന്നത് കണ്ട ആൾ വേണം. ഈ കൈമാറുന്നയാളും ഈ മുറിച്ചെടുത്ത ആളും തമ്മിലുള്ള ബന്ധം അറിയാവുന്ന ആൾ വേണം. എന്നിട്ട് ഈ മുറിച്ചെടുത്ത് കൈമാറിയ മുടി തലമുറ കൈമാറി ഈ മുടിക്കെട്ട് ഇങ്ങനെ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകുന്നതൊക്കെ കൃത്യമായി നിരീക്ഷിക്കുകയും അത് കൃത്യമായിട്ട് അതിനിടയിൽ ആരും കളവ് പറയുന്ന ഒരു വ്യക്തിയും ഇല്ല എന്ന് ഉറപ്പുവരുത്തുകയും അങ്ങനെ കൃത്യമായിട്ട് പ്രവാചകനിലേക്ക്, അതായത് പ്രവാചകന്റെ ശരീരത്തിൽ നിന്ന് മുടി അടർന്നു വീഴുന്നത് വരേക്ക് കൃത്യമായ സനത്, കൃത്യമായ പരമ്പര പറയാൻ കഴിയുന്ന മുടിയായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കാം എന്നാണ് ചില ആളുകളുടെ അഭിപ്രായം ഈ മുടിയുടെ കാര്യത്തിൽ. മുടി എന്താണെന്നുള്ളത് നമ്മൾ ഇനി വേറെ പറയണ്ടല്ലോ. എന്തായാലും ആ സനത് കാണിക്കാൻ പറഞ്ഞു. അത് AP-കൾ എടുത്ത് ഇങ്ങനെ ഒരു കച്ചവടം തുടങ്ങുന്ന സമയത്ത് EK-കൾ ചോദിച്ചിട്ടുണ്ട്. ഇവിടെ പല ആളുകളും പറഞ്ഞിട്ടുണ്ട് ഈ മുടിയെക്കുറിച്ചാണ് പണ്ട് പിണറായി വിജയൻ ബോഡി വേസ്റ്റ് എന്ന് പറഞ്ഞത് കേട്ടോ. എന്തായാലും ആ മുടി ഒരു ചില്ലുംകൂട്ടിലാക്കി വെക്കാനുള്ള പള്ളിയാണ് അന്ന് ഇത്ര 40 കോടിയുടെ പള്ളി പണിയണം എന്നൊക്കെ പ്ലാൻ ഉണ്ടാക്കിയിട്ട് പിരിവ് നടത്തിയതും. പിന്നെ ഈ മുടി എങ്ങനെയാണ് മോണിറ്റൈസ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുമ്പോഴാണ് സംസം വെള്ളം വലിയ ചെമ്പിലേക്ക് ഒഴിച്ചിട്ട് ആ വെള്ളത്തിലേക്ക് ഈ മുടി മുക്കിയിട്ട് അതെടുക്കും. എന്നിട്ട് ഈ മുടി മുക്കിയ വെള്ളം വേറെ വലിയ വെള്ളത്തിന്റെ വലിയ കലത്തിലേക്കോ ടാങ്കിലേക്കോ ഒഴിക്കും. പിന്നെ ബർക്കത്തങ്ങ് സ്പ്രെഡ് ചെയ്ത് കിട്ടിയാൽ മതി. എന്നിട്ട് അത് 1/2 ലിറ്റർ 1 ലിറ്റർ കുപ്പിയിലാക്കി വെക്കും. അത് തുച്ഛമായ വിലക്കാണ് വെക്കുന്നത്. 1000 രൂപ മുതൽ 10,000, 20,000, 30,000 രൂപ വരെയൊക്കെയാണ് ഈ മുടിയുടെ വെള്ളത്തിന്റെ വില ഉള്ളൂ. അത്രേ ഉള്ളൂ. ആ വിലക്ക് പാവപ്പെട്ട വിശ്വാസികൾക്ക് കൊടുക്കുന്നു. അത് പ്രവാചകന്റെ മുടി മുക്കിയ വെള്ളം കുടിക്കുമ്പോഴുള്ള ഒരു ബർക്കത്ത്. പിന്നെ പല രോഗങ്ങൾക്ക് സംസം വെള്ളത്തിലാണല്ലോ മുക്കുന്നത്. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങൾക്കുള്ള ഷിഫ അല്ലെങ്കിൽ അതിൽ നിന്നുള്ള മോചനം അവർക്ക് കിട്ടുന്നു, അവർക്ക് ബർക്കത്ത് കിട്ടുന്നു. പ്രവാചകന്റെ മുടി ഇട്ട വെള്ളം കുടിച്ചിട്ട് ബർക്കത്ത് എടുക്കുന്ന തരത്തിലുള്ള വിശ്വാസത്തെക്കുറിച്ച് ആളുകളെ ഇതൊക്കെ പറഞ്ഞ് പറ്റിച്ച് കബളിപ്പിച്ച് പൈസ ഉണ്ടാക്കിയ ആളല്ലേ നിങ്ങളെ ഉസ്താദ് എന്നാണ് റഫീഖ് സലഫി ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ ഉസ്താദിനെ ഞങ്ങൾ എത്ര വട്ടം കാഫിർ എന്ന് വിളിക്കണം എന്നാണ് റഫീഖ് സലഫി. ഹാരിസ് മദനി ആണെങ്കിലോ ഇതാണ് ഇപ്പോൾ ഉസ്താദിനെ കാഫിർ എന്ന് വിളിക്കാനുള്ള കാരണം. ഒരു മുടി മുക്കിയ വെള്ളം ഇട്ട് കൊടുത്തത്
അതിലൊക്കെ ഇപ്പൊ അതൊക്കെ വലിയ ഇഷ്യൂ ആക്കാനുണ്ടോ എന്നാണ് ഉസ്താദ് ചോദിക്കുക. അങ്ങനെ ഈ മുടി മുക്കിയ വെള്ളം തന്നെ ഇങ്ങനെ കുറെ കുടിച്ചപ്പോൾ ആൾക്കാർക്ക് ഒരു ത്രില്ലില്ല, ഒരു വെറൈറ്റി ആണല്ലോ. അപ്പൊ തന്നെ AP ഉസ്താദ് ഫോൺ കറക്കി മദീനയിലെ മുഹമ്മദ് നബിയുടെ ഖബർ കിടക്കുന്ന പ്രദേശത്ത് അതിന്റെ സംരക്ഷണം, സൂക്ഷിപ്പ്, അതിന്റെ ക്ലീനിങ് തൊഴിലാളികളെ അടുത്ത് അല്ലെങ്കിൽ അവിടുത്തെ ആളുകളെ സംഘടിപ്പിച്ച് ആ ഖബറിന്റെ മുകളിൽ വന്ന് വീഴുന്ന, ആ മാർബിളിന്റെ പുറത്ത് വന്ന് വീഴുന്ന പൊടികൾ, ചെറിയ പൊടി, ആ പൊടി വടിച്ചെടുത്ത് പാക്ക് ചെയ്ത് കാന്തപുരത്തിന് അയച്ചു കൊടുക്കും. അപ്പോൾ പിന്നീട് അങ്ങോട്ട് ഉസ്താദ് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ മുടി മുക്കും പ്ലസ് നബിന്റെ ഖബറിന്റെ മുകളിൽ തൂവി വീണ പൊടി വടിച്ചെടുത്തത് അതും കുറച്ച് കലക്കിയിട്ടാണ് വെള്ളം കൊടുക്കുക. അപ്പൊ വെള്ളത്തിന് ഒന്നുകൂടി ഒരു ബർക്കത്തായി. മനസ്സിലായി? ഈ ജാതി പരിപാടി ചെയ്യുന്ന ആളെയാണ്, അതിനെയാണ് ഞാൻ മുടി മുക്കി പൊടി കലക്കി കൊടുക്കുക എന്ന് പറയുന്നത് കേട്ടോ. ഇനി എപ്പോഴെങ്കിലും നിങ്ങളത് കേട്ടാൽ അത് ഓർത്താൽ മതി. ഇത്ര കലാപരിപാടികൾ കേട്ടാൽ നമുക്ക് ചിരി വരും. എനിവേ, എന്താ നിങ്ങളെ പ്രശ്നം? ഹാരിസ് മദനിയുടെ പ്രശ്നം എന്താ വെച്ചാൽ പിന്നെ പൈസ പറ്റിച്ചു പറയുന്നുണ്ട്. നിങ്ങൾ വാങ്ങിയെന്ന് വന്നാ ചോദിക്കുന്നത് കേട്ടോളി. എന്താ ന്യായം? ഞാൻ പരസ്യമായി ഇങ്ങനെ കൊണ്ടു നടന്ന് പറയലില്ല. ഇത് ടെലിഫോൺ ചെയ്തിട്ട് പറഞ്ഞു കൊടുക്കേണ്ടതല്ല. ടെലിഫോൺ ചെയ്തവരോട് മുഴുവനും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മർക്കസിൽ വന്നാൽ കാണിച്ചു തരുമെന്ന്. അങ്ങനെ വന്നിട്ടുള്ള ആരും ഇതുവരെ അങ്ങനത്തെ ആൾ വന്നിട്ടില്ല. നമ്മുടെ ശിഷ്യന്മാർ വന്നിട്ടുണ്ട്, പേരോട് വന്നിട്ട് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. വേറെ ശിഷ്യന്മാർ വന്നിട്ടുണ്ട്, അവർക്ക് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വന്നവർക്ക് കാണിച്ചു കൊടുത്തു, വരാത്തവർക്ക് ഇങ്ങനെ വിളംബരം ചെയ്ത് നടക്കേണ്ട ആവശ്യമില്ല. അതായത് ഉസ്താദ് പറഞ്ഞതെന്ന് വെച്ചാൽ ഉസ്താദിന്റെ കയ്യിലുള്ള മുടി ഒറിജിനൽ ആണോ, അതിന് സനത് ഉണ്ടോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അത് നിങ്ങൾക്ക് അങ്ങനെ അങ്ങോട്ട് കൊണ്ടുവന്ന് കാണിച്ചു തരുമൊന്നുമില്ല. നിങ്ങൾ വേണമെങ്കിൽ എന്റെ അടുത്തേക്ക് വരണം, മർക്കസിൽ വന്നാൽ കാണിച്ചു തരാമെന്നാണ്. പക്ഷെ മുടി മുക്കിയ വെള്ളം പാഴ്സലായിട്ട് കഴിച്ചു കൊടുക്കും, കുഴപ്പമില്ല. സനത് പക്ഷെ അങ്ങനെ പബ്ലിഷ് ചെയ്യാൻ പറ്റില്ല, സനത് അങ്ങനെ പുറത്തോട്ട് വിടാൻ പറ്റില്ല, അത് അകത്ത് പൂട്ടി വെച്ചിരിക്കുകയാണ്. എല്ലാവരും പറയണമെന്ന് വെച്ചാൽ നിങ്ങൾ ഇങ്ങോട്ട് പോര്, ഞങ്ങൾ കാണിച്ചു തരാം. ഫോൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സനത് കാണാൻ നിങ്ങൾ ഇങ്ങോട്ട് പോരുന്നാ പറയുന്നത്. സനത് കാണാൻ പോയാൽ എത്ര ആളുണ്ടെന്നോ അതിൽ തിരിച്ചു വന്നവർ എത്ര ആളുണ്ടെന്നോ ഒക്കെ ഇനി വേറെ അന്വേഷണം നടത്തേണ്ടി വരും. എന്തായാലും പരസ്യമായിട്ട് പ്രദർശിപ്പിക്കുകയും പരസ്യമായിട്ട് അതിൽ ബർക്കത്തെടുക്കാൻ അവസരം ഒരുക്കുകയും ചെയ്യുന്നതിന്റെ സനത് പരസ്യമായിട്ട് പ്രദർശിപ്പിക്കുന്നതല്ലേ അതിന്റെ ഒരു ശരി എന്നാണ് നേരത്തെ പറഞ്ഞതുപോലെ സനദിന്റെ കാര്യത്തിൽ തീരുമാനമായി. പിന്നെ ആകെ സനത് കണ്ട ഒരാൾ പേരോട് ഉസ്താദാണ്. AP ഉസ്താദിന്റെ കയ്യിലുള്ള സനത് മാത്രമേ പേരോട് ഉസ്താദ് കണ്ടിട്ടുണ്ടാവുള്ളൂ. കാരണം അരുമ ശിഷ്യനല്ലേ. പേരോട് ഉസ്താദിന് സനത് കാണിച്ചില്ലെങ്കിൽ കച്ചവടം നടക്കുമോ? അതുകൊണ്ട് പേരോട് ഉസ്താദിനെ പറഞ്ഞ് കോംപ്ലിമെന്റ് ആക്കിയിട്ടുണ്ട്. വേറെ ആരും വന്നിട്ടില്ല, ഞാൻ കാണിച്ചു കൊടുത്തിട്ടില്ല. ആകെ വന്നവർ എന്റെ ശിഷ്യന്മാരാണ്, ഒരിക്കലും കാണിച്ചു കൊടുത്തിട്ടുണ്ടെന്ന്. അല്ല ഉസ്താദ്, നിങ്ങളെ ശിഷ്യന്മാർക്ക് സനത് കണ്ടിട്ട് വേണോ? നിങ്ങൾ മുടിയോ പൊടിയോ എന്താണെങ്കിലും കൊണ്ടുവന്നോളി, കലക്കിക്കോളി. കുടിക്കാന്നും പറഞ്ഞത് അണ്ണാക്കെന്ന് പറഞ്ഞിരിക്കലേ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞാലും അങ്ങനത്തെ ഒരു കൗമിന്റെ മുമ്പിൽ നിങ്ങൾ ഈ വിടുവർത്താനം പറയുന്നത് എന്തോ ആവട്ടെ. ഹാരിസ് മാനി പറയണത് എന്താ വെച്ചാല് ഉസ്താദ് ഇതാണ് പറയുന്നത്, പിന്നെ നിങ്ങൾക്ക് ഇനി എവിടെ കൊണ്ടുവന്ന് സനത് കാണിക്കണം എന്നാണ്. അതിന്റെ മറുപടിയൊക്കെ ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പൈസ പിരിക്കുന്ന കാര്യം നിങ്ങളൊന്നും കൊടുത്തിട്ടില്ലല്ലോ, കൊടുത്തവർക്കില്ലാത്തതാണ് നിങ്ങൾക്ക് എന്തിനാന്നാണ് ഹാരിസ് മദനിയുടെ അടുത്ത ന്യായം. കേട്ടോളി. അപ്പോൾ വന്നവർക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട്, ഇനി വരികയാണെങ്കിൽ വരുന്നവർക്കും കാണിച്ചു കൊടുക്കും എന്ന് കാന്തപുരം ഉസ്താദ് മുമ്പേ പറഞ്ഞതാ. നിങ്ങൾ ആരെങ്കിലും പോയോ? വഹാബി പുരോഹിതനായ റഫീഖെ, താങ്കൾ പോയോ ആ സനതൊന്ന് പരിശോധിക്കാൻ? താങ്കൾ ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന പൊട്ടും പൊടിയും ഒക്കെ പെറുക്കിയിട്ട് ഇങ്ങനെ വിവരക്കേട് പറഞ്ഞാൽ അതിനൊക്കെ ഇതാ സനത് എന്ന് പറഞ്ഞ് കൊണ്ടു നടക്കേണ്ട ബാധ്യത ഇവിടെ സുന്നികൾക്കില്ല. ഒരിക്കലും ഇല്ല. ആകെ അവർക്ക് ഈ മുടി മുക്കിയ വെള്ളം പാക്ക് ചെയ്യാനുള്ള സമയം തന്നെ ഇല്ല. പിന്നെയാണ് ഇപ്പൊ സനതും കൊണ്ട് റഫീഖ് സലഫിന്റെ പിന്നാലെ പോകുന്നത്. 100 കൂട്ടം പണിയുണ്ട് സലഫി ഇവിടെ. മുടി മുക്കണം, പൊടി കലക്കണം, പിന്നെ വെള്ളം എടുത്ത് വലിയ ടാങ്കിലേക്ക് മിക്സ് ചെയ്യണം, അതിന്റെ ഇടയിൽ സത്താറിന്റെ കിഡ്നി ശരിയാക്കണം, അതിന്റെ ഇടയിൽ നിങ്ങൾക്ക് സനതും കൊണ്ട് കിടക്കുക. ഞങ്ങള് സലഫിക്കൊന്നും വേറെ പണിയില്ലേ? എന്താ കഥ? പിന്നെ നിങ്ങൾ പറഞ്ഞില്ലേ വിശ്വാസികളെ വഞ്ചിച്ചു എന്ന്, അവരുടെ പണം പറ്റിച്ചെടുത്തു എന്ന്. നിങ്ങൾ ആരെങ്കിലും അതിനുവേണ്ടി പണം കൊടുത്തോ? നിങ്ങൾ ആരെങ്കിലും ആ ഷഹർ മുബാറക്ക് കാണാൻ പോയോ? നിങ്ങൾ ആരെങ്കിലും ആ വെള്ളം കുടിക്കാൻ പോയോ? അല്ലെങ്കിൽ ഇവിടെ വിമർശിച്ചിരുന്ന ആരെങ്കിലും അതിനുവേണ്ടി തയ്യാറായിട്ടുണ്ടോ? അത് ശരി, പറ്റിച്ചു എന്ന് പറഞ്ഞാൽ പോരെ, നിങ്ങളെ പറ്റിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾ ആ മുടി മുക്കിയ വെള്ളം വാങ്ങിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ മുണ്ടരുത് എന്നാണ്. കൊടുത്തോൽക്കില്ലാത്ത ദണ്ഡം നിങ്ങൾക്ക് എന്താണ് എന്നാണ് ചോദ്യം. ഇല്ല. പിന്നെ പോയതാര? സുന്നികൾ. ആ സുന്നികളെ സംബന്ധിച്ചിടത്തോളം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷാറാണ് എന്ന് പറഞ്ഞൊരു മുടി ഒരാൾ കാണിച്ചാൽ അത് തിരുനബി തങ്ങളുടേതാണെന്ന് വിശ്വസിക്കുന്നതിന് ഒരു തടസ്സവുമില്ല. അത്രമാത്രം തിരുനബിയെ മഹബത്ത് വെക്കുന്നവരാ സുന്നികൾ. അതിന് സനത് വേണമെന്ന് പറഞ്ഞ് തലനാരിഴ കീറി പരിശോധിക്കേണ്ട ആവശ്യം തന്നെയില്ല. ഇത് വെറുതെ പറയുന്നതല്ല. ഇബ്നു ഹജറിൽ ഹൈത്തമി അവിടുത്തെ ഫതാവയിൽ അത് കൃത്യമായി ഉദ്ധരിച്ചിട്ടുമുണ്ട്. റഫീഖ് സലഫിക്ക് ഒരു ആപ്പും വെച്ചു കൊടുത്ത് ഹൈത്തമിയുടെ തലയിൽ കൊണ്ടുവച്ച് നബിന്റെ മുടിയാണെന്ന് പറഞ്ഞിട്ട് ഒരാൾ മുടിയും കൊണ്ട് വന്നാല് അതിന്റെ സനതൊന്നും പരിശോധിക്കേണ്ട കാര്യം മുസ്ലിങ്ങൾക്ക് ഇല്ല, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിനില്ല. ആ കുട്ടികൾ അത് പിന്നെ അതിലെ ബർക്കത്തെടുക്കാൻ ശ്രമിക്കും, അതിനെ ബഹുമാനിക്കും, ആദരിക്കും. പിന്നെ പ്രത്യേകിച്ച് കാന്തപുര ഉസ്താദ് കൊണ്ടുവന്നാൽ പിന്നെ അതിന്റെ ഒന്നും പരിശോധിക്കേണ്ട കാര്യമില്ല. കാന്തപുര ഉസ്താദ് കൊടുന്നാൽ അത് പത്രം മാറ്റായിരിക്കും. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കാന്തപുര ഉസ്താദ് പറയുന്നത് ഞാൻ ശിഷ്യന്മാർക്ക് കാണിച്ചു കൊടുക്കുന്നതാണ്. ശിഷ്യന്മാർക്കാണെങ്കിൽ കാന്തപുരത്തിന് പിന്നെ ഒന്നും കാണിച്ചു കൊടുത്തില്ലെങ്കിൽ അവർ വിശ്വസിക്കും. എന്ത് സേഫ് ഗെയിമാന്ന് ആലോചിച്ച് നോക്ക്. പക്ഷെ മറ്റേ ന്യായം അടിപൊളിയാണ്. എന്ത്, നിങ്ങൾ ഷെയർ മുക്കിയ വെള്ളം കുടിച്ചിക്കണ, നിങ്ങൾ ചെയ്തിട്ടില്ലല്ലോ, നിങ്ങൾ പൈസയും കൊടുത്തില്ല, നിങ്ങൾ അവിടെ പോയിട്ടില്ല, പിന്നെ നാട്ടുകാരെ പറ്റിക്കുന്ന കാര്യം നിങ്ങൾ എന്തിനാണ് ആലോചിക്കുന്നത്? അത് പൊളിച്ച്. അപ്പൊ പിന്നെ വിശ്വാസികളുടെ കാര്യത്തിൽ റഫീഖ് നിങ്ങൾ ബേജാറാകണ്ട. കാശ് കൊടുത്ത വിശ്വാസികൾക്ക് കാന്തപുരം ഉസ്താദിൽ വിശ്വാസമുണ്ട്. അതാണ്, കാന്തപുരം ഉസ്താദിൽ വിശ്വാസമുള്ള ആൾക്കാർ കാശ് കൊടുക്കും. ചിലപ്പോൾ 1000 കൊടുക്കും, 10000 കൊടുക്കും. അതിന് റഫീഖ് സലഫിക്ക് എന്താ ഛേദം എന്നാണ്
ചോദിക്കുന്നത്. ഒരു നല്ല ന്യായമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്ത് തോന്നുന്നു നിങ്ങൾക്ക്? പിന്നെ ഇയാൾ പറഞ്ഞത് ആകെ ഒന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷെയറുമായി ബന്ധപ്പെട്ടതാണ്. ആ വിഷയത്തിൽ ഇവരുടെ നിലപാടോ പല മൗലവിമാർക്കും പലതാണ്. ബാലുശ്ശേരിക്കാരൻ മൗലവി പണ്ട് പറഞ്ഞത് അതിന് പ്രത്യേകിച്ച് പുണ്യമൊന്നുമില്ല എന്നാണ്. റസൂലുള്ളാഹിന്റെ മുടി പേര് പോലെ നമുക്ക് വളരെ പ്രിയപ്പെട്ട നമ്മുടെ ബാപ്പ മരിക്കുമ്പോ ബാപ്പ സ്ഥിരമായിട്ട് ഉപയോഗിച്ച പേന ബാപ്പയുടെ ഓർമ്മക്കായി എടുത്തു വെക്കും. സ്നേഹമുള്ള മക്കൾ നിങ്ങൾ ആലോചിച്ചു, ബാപ്പയുടെ ജുബ്ബ, ഇനി ബാപ്പാന്റെ വല്ല മുടി എവിടെ അതെന്തിനാ ആരാധിക്കാനാ? അതിന് പുണ്യം എന്തെന്ന് വിചാരിക്കാനാ? അല്ലെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിക്കാനാ? അല്ല. അപ്പൊ അതിന് പ്രത്യേകിച്ച് പുണ്യമൊന്നുമില്ല. അതൊരു ഇഷ്ടത്തിന്റെ പുറത്ത് ആരെങ്കിലും ഇങ്ങനെ വടിച്ചെടുത്ത് വെച്ചിട്ടുണ്ടാവും. അത് പേപ്പിന്റെ അകത്ത് കിട്ടിയെങ്കിൽ എന്ത്, കിട്ടിയില്ലെങ്കിൽ എന്ത് എന്നാണ്. വാസ്തവത്തിൽ ഇവർ തമ്മിലുള്ള പ്രശ്നം എന്താ അറിയും? ഹാരിസ്മാനി പറഞ്ഞു തീർക്കട്ടെ എന്ന് ഞാൻ പറയാം. ഇങ്ങനെയുള്ള വഹാബികളാണ് കാന്തപുരം ഉസ്താദിനെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കാൻ വരുന്നത്. നടന്നത് തന്നെ കാന്തപുരം ഉസ്താദ് വെറുതെ പറഞ്ഞതല്ല. നിങ്ങളുടെ കൂട്ടത്തിലെ ഒരു കൂട്ടം ആളുകൾ തിരുനബിയെ അത്രയും മോശമായി എഴുതിയിട്ടുണ്ട്. മോശമായി എഴുതിയാൽ വിശ്വാസിയുടെ മനസ്സ് വേദനിക്കും, വിശ്വാസി പ്രതികരിക്കും. അത്രയേ കാന്തപുരം ഉസ്താദും ഈ വിഷയത്തിൽ ചെയ്തിട്ടുള്ളൂ. അത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ. നബീനെ കുറിച്ച് ഇവർ മോശം പറഞ്ഞു എന്നാണ്. എന്താ മോശം മനസ്സിൽ? മുഹമ്മദ് നബിയുടെ ശരീരത്തിന് മറ്റു മനുഷ്യന്മാരുടെ ശരീരമായിട്ട് ഒരു വ്യത്യാസമില്ലാന്ന്. മണ്ണിൽ വെച്ചാൽ അത് ദ്രവിച്ചു പോകും എന്ന് എഴുതി വെച്ചു. ഓലെ കാഫിറാക്കണ്ട നിങ്ങൾ പറയും. എന്നിട്ട് ഇവര് യുക്തി പ്രയോഗിക്കുക. എന്താ പറയണ അറിയോ? മണ്ണിൽ വെച്ചാൽ ദ്രവിച്ചു പോകില്ലെങ്കിൽ പിന്നെ എന്തിനാ കബറടക്കണെന്നാണ് ഒരു മുജാഹിദാരനെ എഴുതി വെച്ചിരുന്നത്. സഹിക്കാൻ പറ്റും ഒരു വിശ്വാസിയെ സംബന്ധിച്ച്? ഞാൻ ആലോചിച്ചപ്പോൾ ശരിയാണല്ല. ദ്രവിച്ചു പോകില്ലെങ്കിൽ മൃതദേഹത്തിന് ഒരു മാറ്റവും വരൂല, അത് അതുപോലെ തന്നെ ഉണ്ടാവുമെങ്കിൽ എന്തിനാ വെറുതെ മണ്ണിന്റെ അടിയിൽ ഇതാക്കിയിടുന്നത്? ഇനിയിപ്പൊ അന്ന് വേറെ സംവിധാനം ഇല്ലാത്തതുകൊണ്ട് ചെയ്തു. ഇന്നെങ്കിലും എടുത്തൊരു ചില്ലുകൂട്ടിലെങ്കിലും വെച്ചൂടെ? ആ തിരുമുഖം എല്ലാവർക്കും ഒന്ന് കണ്ടൂടെ? എന്താ കഥ? ഇതിലെ രസം എന്താണെന്ന് വെച്ചാല് ഇവർക്ക് ഇതൊക്കെ ഭയങ്കര പ്രത്യേകതയായിരിക്കും. അതിനകത്ത് മറവ് ചെയ്തിട്ടില്ലെങ്കിൽ ഭൂമി തിന്നൂല. അതേപോലെ തന്നെ മുഹമ്മദ് നബിന്റെ മുടിയാണെന്ന് പറയുന്ന മുടി കത്തിച്ചാൽ കത്തൂല, അതിന് നിഴലുണ്ടാവില്ല. അപ്പൊ കാന്തപുരസ്ഥാന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നമുക്ക് കത്തിച്ചാൽ കത്തൂല എന്നാണല്ലോ, മുഹമ്മദ് നബിന്റെ മുടിയാണെങ്കിൽ കത്തിച്ചാൽ കത്തൂല എന്നാണല്ലോ വിശ്വാസം. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, നിങ്ങളെ കയ്യിലുള്ള മുടിയുമെന്ന ഒരു പീസ് എടുത്തിട്ട് നമുക്കൊന്ന് കത്തിച്ച് വെക്കാന്ന് പറഞ്ഞു സുന്നികൾ. ആര്? ഇക്കെ സുന്നികൾ. അപ്പം കാന്തപുരം പെട്ട്. കാന്തപുരം പറഞ്ഞു കത്തിച്ചാൽ കത്തൂലാന്ന്, അത് തന്നെയാണ് വിശ്വാസം. ഇത് കത്തിച്ചാൽ കത്തൂല, പക്ഷെ അങ്ങനെ പരീക്ഷിച്ചു വെക്കാൻ നബിന്റെ മുടി ഞങ്ങൾ വിട്ടു തരൂല എന്ന്. മനസ്സിലായി? അതാണ് ഇവരുടെ കഥ. ഇനി മുഹമ്മദ് നബി അങ്ങനെ സാധാരണ മനുഷ്യനാണെന്ന് പറയുക, മുഹമ്മദ് നബിയെ കുറിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ശരീരം മണ്ണിൽ അഴുകും എന്ന് പറയുക, ഇതൊക്കെ ചെയ്ത് സഹിക്കാൻ പറ്റുമോ? ആരോടത് പറയണ അറിയോ? മുഹമ്മദ് നബി രാത്രി കൂജയിൽ ഒഴിച്ചു വെച്ച മൂത്രം എടുത്ത് കുടിച്ചിട്ട് വയറുവേദന മാറി എന്ന് കിതാബിൽ എഴുതി വെക്കുകയും അത് ആവേശത്തോടെ വിളിച്ചു പറയുകയും ചെയ്യുന്ന ഉമ്മത്തിന്റെ അടുത്ത് വന്നിട്ടാണ് ഇവരിത് പറയുന്നത്. മുഹമ്മദ് നബിയുടെ മൂത്രം കുടിച്ചിട്ട് വയറുവേദന മാറ്റിയ വൃത്തിയായ സ്ത്രീയുടെ അനുഭവം മുഹമ്മദ് നബിയുടെ മൂത്രത്തിന്റെ മൂജിതത്തായിട്ട് എഴുതി പിടിപ്പിച്ച് കഥ പറഞ്ഞു നടക്കുന്ന മനുഷ്യന്മാരോട് വന്നിട്ട്, അത്തരം വിശ്വാസികളടുത്ത് വന്നിട്ടാണ് ഇവർ പറയുന്നത് മുഹമ്മദ് നബിയുടെ ശരീരവും മണ്ണിൽ വെച്ച് അഴുകുന്നു. സമ്മതിക്കോ? അല്ല കാഫിറാക്കുള്ളൂ. നിങ്ങളെ കഴുത്തിന് മേലെ തലയുള്ളത് നിങ്ങളെ ഭാഗ്യം എന്ന് വിചാരിച്ചോളി. അതുകൊണ്ട് കഴിഞ്ഞാൽ ഒരു ചങ്ങാതി ഉണ്ടായിരുന്നു, മുഹമ്മദ് നബിക്ക് ഇങ്ങനെ ഹിദ്മത്ത് ചെയ്യണ ചങ്ങാതി. അയാൾ ഓരോ തവണയും മുഹമ്മദ് നബി വെളിക്കിരിക്കുമ്പോ പ്രതീക്ഷയോടെ കാത്തിരിക്കും പുറത്ത്. എന്തിനാ? മുഹമ്മദ് നബീന്റെ മലം ഒന്ന് കാണാൻ വേണ്ടി, ബർക്കത്തെടുക്കാനാണ്, വേറെ ഒന്നിനല്ല. മുഹമ്മദ് നബി ഇങ്ങനെ ശുദ്ധീകരിച്ച് എഴുന്നേറ്റ് പോകും. ഇദ്ദേഹം ആവേശത്തോടെ ഓടിച്ചെല്ലും. എന്ത് ചെയ്യാനാ? ഭൂമി അങ്ങനെ വിഴുങ്ങും. ഈ കാത്തിരിക്കുന്ന സഹാബിക്ക് മാത്രം മതിയോ ബർക്കത്ത്? ഭൂമിക്കും വേണ്ട ബർക്കത്ത്. ഭൂമി അത് അപ്പാടെ വിഴുങ്ങും, വേറെ ആർക്കും കിട്ടാതിരിക്കാൻ വേണ്ടി. ഇതൊന്നും ഞാൻ വെറുതെ പറയണല്ലോ, തമാശാക്കി പറയുന്നതല്ല. ഇതൊക്കെ വിശ്വാസമാണ് സുഹൃത്തുക്കൾ. മുഹമ്മദ് നബിയുടെ ഉമിനീര്, വിയർപ്പ്, ഇതൊക്കെ ആൾക്കാർ അത്തർ പോലെ എടുത്ത് പൂശിയിരുന്നു എന്നാണ് വിശ്വാസം. അത്തരം വിശ്വാസമുള്ള ആളുകളെടുത്ത് ചെന്നിട്ട് മുഹമ്മദ് നബിയുടെ ശരീരം മണ്ണിൽ അഴുകും എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളെ കാഫിറാക്കിയല്ലേ ഉള്ളൂ. മുഹമ്മദ് നബിയെ നിന്ദിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ എന്നാണ് ഹാരിസ്മാനി പറയുന്നത്. അതുകൊണ്ട് ഇങ്ങനത്തെ വർത്താനം പറഞ്ഞ് നടക്കുന്ന സലഫികളെ ഞങ്ങൾ ഇനിയും കാഫിറാക്കും എന്നാണ് ഹാരിസ്മാനിയുടെ നിലപാട്. അതുകൊണ്ട് ഉസ്താദ് മാപ്പും പറയില്ല, ഒരു കോപ്പും പറയില്ല. ജമാഅത്തിലും മുജാഹിദിലും പെട്ട ഇത്തരം വിശ്വാസങ്ങൾ പേറുന്നവർ, എന്ത് മുഹമ്മദ് നബി സാധാരണ മനുഷ്യനായിരുന്നു, അദ്ദേഹത്തിന് നിഴലുണ്ടായിരുന്നു, അദ്ദേഹത്തിന് വേർപ്പ് ദുർഗന്ധം ഉണ്ടായിരുന്നു എന്നോ അല്ലെങ്കിൽ വേർപ്പിന്റെ മണം ഉണ്ടായിരുന്നു എന്നോ പറഞ്ഞാൽ, അദ്ദേഹത്തെ മരിച്ച് മറമാടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ശരീരം അഴുകിപ്പോയിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞാൽ ഒരു കാഫിർ തന്നെയാണെന്നാണ്. അത്തരം ആളുകളടുത്ത് വേറെ സന്ധിയൊന്നുമില്ല എന്നാണ് AP വിഭാഗത്തിന്റെ കർക്കശമായ നിലപാട്. ഇതിപ്പോ AP വിഭാഗം സുന്നികളുടെ ഒരു പ്രതിനിധി പ്ലസ് മുജാഹിദുകളുടെ പല വിഭാഗങ്ങളിലെ ഒരു വിഭാഗത്തിന്റെ പ്രതിനിധികളിൽ ഒരാൾ, ഇവർ തമ്മിലുള്ള തർക്കമാണിത്. ആരെക്കുറിച്ചാണ് തർക്കം? മുഹമ്മദ് നബിനെ കുറിച്ച്. ഇതിന്റെ ഈ ഒരു ചിന്തയുടെ പ്രശ്നം, ഇതിന്റെ ബേസിന്റെ പ്രശ്നം, ഇതിന്റെ അടിസ്ഥാനം അപരവൽക്കരണമാണ്. മനുഷ്യർക്കിടയിൽ വിവേചനം പറഞ്ഞു പഠിപ്പിക്കുകയും ഞങ്ങളെന്നും നിങ്ങളെന്നും ഒരു വിഭാഗം തങ്ങളുടെ ആശയങ്ങൾ അംഗീകരിക്കുന്നവർ മാത്രം സത്യത്തെ അംഗീകരിക്കുന്നവരും അല്ലാത്തവരൊക്കെ സത്യത്തെ നിഷേധിക്കുന്നവരും എന്ന ആശയം അടിസ്ഥാനപരമായി പഠിപ്പിച്ചാൽ അത് പിന്നീട് രൂപപ്പെടുന്ന എല്ലാ ഉപവിഭാഗങ്ങൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസത്തിലും ഇതേ സത്യനിഷേധികൾ എന്ന
ഒരു ചിന്താഗതി, ഒരു മനോഗതി തങ്ങളുടെ അഭിപ്രായത്തെ അംഗീകരിക്കാത്ത വിഭാഗത്തോട് ഉണ്ടാവും. ഈ അടിസ്ഥാന മാനസികാവസ്ഥയിൽ നിന്നാണ് ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ ഇത്ര രൂക്ഷമായും തെരുവിൽ വിഴുപ്പലക്കുന്ന നിലവാരത്തിലേക്കും എത്തിപ്പെടുന്നത്. എന്നാൽ സാധാരണ വിശ്വാസികളോട് പറയാനുള്ളത്, ഖുർആനിൽ മതത്തിന്റെ പേരിൽ ഇങ്ങനെ വിഭാഗീയതകൾ ഉണ്ടാക്കുന്നവർക്ക് നാശമാണ് എന്ന് തന്നെയാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അത് ചെയ്യാൻ പാടില്ല, അവർക്ക് കനത്ത ശിക്ഷയുണ്ട് എന്നാണ്, അവരുടെ മേൽ അള്ളാന്റെ കോപമുണ്ട് എന്നൊക്കെയാണ്. അപ്പൊ ഈ മൗലവിമാര് ചെയ്യുന്നത് എന്താണ് നിങ്ങൾ ആലോചിക്കുക. മുഹമ്മദിന് എന്തായിരുന്നോ ഇസ്ലാം, അത് തന്നെയാണ് എ പി ഉസ്താദിന്റെ ഇസ്ലാം. മുഹമ്മദിന്റെ ജീവിതത്തിൽ, മുഹമ്മദിന്റെ സുഗമമായ ജീവിതത്തിന് അന്നത്തെ രാഷ്ട്രീയ ആവശ്യങ്ങൾക്കും സാമ്പത്തിക ആവശ്യങ്ങൾക്കും ശാരീരിക ആവശ്യങ്ങൾക്കും ഒരു കൂട്ടം അണികളെ, എന്ത് പറഞ്ഞാലും തക്ബീർ വിളിക്കുന്ന ഒരു കൂട്ടം അണികളെ സൃഷ്ടിച്ചെടുത്ത് അവരെ കബളിപ്പിച്ച് അവരെ ചൂഷണം ചെയ്ത് തന്റെ ആവശ്യങ്ങൾ നിറവേറ്റുകയും അതിനൊത്ത് കിതാബ് എഴുതുകയും ചെയ്ത മുഹമ്മദിന്റെ 21ാം നൂറ്റാണ്ടിലെ ഒരു ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയാണ് എ പി അബൂബക്കർ മുസ്ലിയാർ. എന്ത് പറഞ്ഞാലും തക്ബീർ വിളിക്കുന്ന ഒരു കൂട്ടം അണികൾ, അദ്ദേഹത്തിന് വേണ്ടി കൊല്ലാനും ചാവാനും തയ്യാറെടുക്കുന്ന ചാവേർപ്പടകൾ, അവരെ ഉപയോഗിച്ച് ഇന്നത്തെ കാലത്തെ ബിസിനസ്, രാഷ്ട്രീയ, സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റി പോകുന്ന ഒരു പുരോഹിതൻ. ഇതന്നെയല്ലേ മുഹമ്മദ് നബി ചെയ്തത്. പറഞ്ഞു വന്നത്, നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ, ഇതിന്റെ അടിസ്ഥാന സ്വഭാവത്തിന്റെ പ്രശ്നമാണ്, ഇതിന്റെ അടിസ്ഥാന ആശയത്തിന്റെ പ്രശ്നമാണ്. ഇതിൽ നിന്ന് പുറത്തു കിടക്കണമെങ്കിൽ നിങ്ങൾ ലോകത്തെല്ലാ മനുഷ്യരും തുല്യരാണ് എന്ന ഒരു, ബാക്കിയുള്ളതൊക്കെ വിശ്വാസവും അവരുടെ അഭിപ്രായമൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യമാണ്, സ്വതന്ത്രമാണ്. ദൈവവിശ്വാസമാണെങ്കിൽ പോലും ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്നവനും ഇല്ല എന്ന് വിശ്വസിക്കുന്നവനും ദൈവവും വ്യക്തിയും തമ്മിൽ മാത്രമുള്ള ഇടപാടാണ് എന്ന നിലവാരത്തിലേക്ക് മനുഷ്യരെ പൊതുവിൽ കാണാൻ കഴിയുന്ന ഒരു ഘട്ടം വരണം. അപ്പോൾ മാത്രമേ ഈ പ്രശ്നങ്ങൾ തീരുള്ളൂ. അതല്ലെങ്കിൽ ഇങ്ങനെയുള്ള യൂട്യൂബ് വാഗ്വാദങ്ങളായിട്ടും കേരളം വിട്ട് അല്ലെങ്കിൽ ഇന്ത്യ വിട്ടു പോകുമ്പോൾ പരസ്പരം യുദ്ധം ചെയ്യുന്ന അക്രമികളായിട്ടും കാണുന്നിടത്ത് വെച്ച് വെട്ടുകയും കൊത്തുകയും കൊല്ലുകയും ചെയ്യുന്ന ശത്രുക്കളായിട്ട് ഒരേ കിതാബും പിടിച്ച് ഒരേ നബി, ഒരേ തക്ബീർ വിളിച്ചിട്ടാണ് ഇവർ പരസ്പരം കൊല്ലുന്നത്. നിങ്ങൾ ആലോചിക്കണം. അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ്. ഒരേ നബിക്ക് വേണ്ടി, ഒരേ ആവശ്യത്തിൽ, ഒരേ ആശയത്തിന് വേണ്ടിയാണ് ഇവർ വിരുദ്ധ ചേരികളായി നിൽക്കുന്നതും പരസ്പരം ഏറ്റുമുട്ടുന്നതും.